Topic is history of World Wide Web, WWW. നമ്മളിപ്പോൾ ഇൻ്റർനെറ്റിൻ്റെയും WWWൻ്റെയും അതിൻ്റെ തമ്മിലുള്ള വ്യത്യാസം, അത് വേർഡ്സിൽ വരുന്ന വ്യത്യാസങ്ങളും അത് തമ്മിലുള്ള കണക്ഷൻസും ആണ് പറഞ്ഞത്. ദെൻ നമുക്ക് ഇനി നോക്കാൻ പോകുന്നത് ഹിസ്റ്ററി ഓഫ് വേൾഡ് വൈഡ് വെബ്. ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററി അല്ല പറയുന്നത്, വേൾഡ് വൈഡ് വെബിൻ്റെ ഹിസ്റ്ററിയാണ് പറയുന്നത്. The Advanced Research Project Agency, ARPA, created by led to creation of department called the Information Processing Technology Office, which started the semi-automated ground environment, that is SAGE, that linked all the radar system of US together. With tremendous research happening across the world, the University of California in Los Angeles, that is UCLA, got the ARPANET, a small version of the internet in 1969. Okay. അപ്പം എന്താണ് പറയുന്നത്, ഹിസ്റ്ററി ഓഫ് ദ വേൾഡ് വൈഡ് വെബാണ് പറയുന്നത്. WWWൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നത് എന്നാണ് അറിയേണ്ടത്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് ആദ്യമായിട്ട് ഇറങ്ങിയത് ആരാണ്, ഇൻ്റർനെറ്റാണ് ഫസ്റ്റ് വന്നത്. അതിനുശേഷമാണ് വേൾഡ് വൈഡ് വെബ്. അതിന് ഉറവിടം എവിടുന്നാണെന്നുള്ളതാണ് ഈ ഹിസ്റ്ററിയിൽ പറയുന്നത്. ഫസ്റ്റ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി, ആർപ്പ. ഓർത്ത് വെച്ചോണം, ആർപ്പ എന്നുള്ളതിൻ്റെ ഫുൾ ഫോം ഓർത്ത് വെക്കുക, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്ട് ഏജൻസി. ഈ ആർപ്പ എന്ന് പറയുന്ന ഒരു കമ്പനി, ആർപ്പ എന്ന് പറയുന്ന ആ ഒരു റിസർച്ച് പ്രൊജക്ട് ഏജൻസി, അവരുടെ നേതൃത്വത്തിൽ ഇറങ്ങിയിട്ടുള്ള മറ്റൊരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടെക്നോളജി ഓഫീസ്. ഓക്കെ. ഈ ആർപ്പ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മളിത് അവിടെ കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് നെയിം ഓഫ് ദി ഫസ്റ്റ് വേർഷൻ ആർപ്പാനെറ്റ്. അപ്പോൾ ആർപ്പ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏജൻസിയാണ്. ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ആർപ്പാനെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ്. ഈ ആർപ്പ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏജൻസിയാണ് ആർപ്പാനെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ് വേർഷൻ ഇറക്കിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിൽ പുതിയൊരു ഡിപ്പാർട്ട്മെൻറ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേരാണ് ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ടെക്നോളജി ഓഫീസ്. അത് എന്തിനു വേണ്ടിയിട്ട് വെച്ചാൽ വിച്ച് സ്റ്റാർട്ടഡ് ദ സെമി ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ്. ഒരു സെമി ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ്, അതായത് SAGE എന്ന് പറയുന്നത്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ US ഏകദേശം എല്ലാ സിസ്റ്റത്തിനെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്തു, സഹായിച്ചു. ഓക്കെ. പിന്നെ എന്ത് ചെയ്തു, കുറേ വേൾഡിലുള്ള കുറേ സംഭവങ്ങളെ എല്ലാത്തിനെയും കൂടെ കൂട്ടിച്ചേർക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അതായത് ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു, നമ്മുടെ വേൾഡത്തെ എല്ലാ കമ്പ്യൂട്ടറിനെയും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിനെ കൂട്ടി യോജിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണ്ടിയിരുന്നു, അവിടെ WWW വേണ്ടിയിരുന്നു. അതിലോട്ട് എത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ ഈ SAGE എന്ന് പറയുന്ന സെമി ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ്. അതായത് ഫസ്റ്റ് എന്ത് ചെയ്തു, ഒരു രാജ്യത്തെ മാത്രം എന്ത് ചെയ്തു, സിസ്റ്റങ്ങളെ തമ്മിൽ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. ഓക്കെ. ദെൻ എന്താണ്, യൂണിവേഴ്സിറ്റി ഓഫ് കാലിഫോർണിയ ലോസ് ആഞ്ചൽസ് ആണ് ഇതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തത്. അവർ ഫസ്റ്റത്തെ കണ്ടുപിടുത്തമായിരുന്നു എന്ത്, ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അതായത് ആർപ്പ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏജൻസിയാണ് ആർപ്പാനെറ്റ് എന്ന് പറയുന്ന സ്മോൾ വേർഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ് 1969 കണ്ടുപിടിച്ചത്. ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററി ഇതിൽ പറയുന്നില്ല, പറഞ്ഞു തരാം, ഹിസ്റ്ററി പറയാം, അപ്പോൾ ഒന്നും കൂടി വ്യക്തമാവും. ഓക്കെ. അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക. ഇതിന്ന് ഷോർട്ടാക്കിയിട്ട് പറഞ്ഞു തന്നാൽ, ആർപ്പ എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഏജൻസി ഫസ്റ്റായിട്ട് എന്ത് ചെയ്തു, പുതിയൊരു ടെക്നോളജിക്ക് നേതൃത്വം നൽകി. അതിന് IPTO എന്ന് പറയും. ആ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗിച്ച് എന്ത് ചെയ്തു, ഒരു SAGE എന്ന് പറയുന്ന ഒരു സെമി ഓട്ടോമേറ്റഡ് ഗ്രൗണ്ട് എൻവിറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള സിസ്റ്റങ്ങളൊക്കെ ഒരുമിച്ച് കൂട്ടാനുള്ള ഒരു ശ്രമം നടത്തി. ദെൻ എന്താണ്, ഒരു ശ്രമം നടത്തുകയാണ് ചെയ്തത് അവർ കേട്ടോ. അതിൻ്റെ ആരുടെ ഒരു സഹായം ഉണ്ടായിരുന്നു, ആർപ്പാനെറ്റ്, അതായത് ഫസ്റ്റ് വേർഷൻ ഓഫ് ദി ഇൻ്റർനെറ്റ് 1969 അവരുടെ ഒരു ഹെൽപ്പോട് കൂടി തന്നെയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ ചെയ്തത്. ഇവിടെ താഴെ പിക്ചർ കൊടുത്തിട്ടുണ്ട് ആർപ്പാനെറ്റിൻ്റെ.
ഫസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ആർപ്പാനെറ്റ് എന്ന് വേണ്ടിയിട്ട് ഉപയോഗിച്ചെന്നുള്ള പറഞ്ഞുതരാം. അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസി എന്ന് പറയുന്ന ആർപ്പ കണ്ടുപിടിച്ച ഒരു ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ് ആയിരുന്നു ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. അതിന് പേരാണ് അഡ്വാൻസ്ഡ് റിസർച്ച് പ്രൊജക്റ്റ് ഏജൻസിയാണ് കണ്ടുപിടിച്ചത്. അതിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ വേർഷൻ്റെ പേരാണ് ആർപ്പാനെറ്റ് എന്ന് പറയുന്നത്. കാരണം അവർ കണ്ടുപിടിച്ചുകൊണ്ട് ആ പേരാണ് ഇട്ടത്. ദെൻ എന്താണ് ഈ ആർപ്പാനെറ്റ് ഉപയോഗിച്ചിട്ട് ആകെ നടത്തിയിരുന്നത് US-ലുള്ള ഒരു ഡിഫൻസ് ഏജൻസിക്ക്, US തന്നെയാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ എന്താണ് US-ലുള്ള ഒരു ഡിഫൻസ് ഏജൻസി എന്ന് വെച്ചാൽ പട്ടാള ക്യാമ്പിന്, ഒരു പട്ടാള ക്യാമ്പിൽ നിന്ന്, അതായത് ഒരു അതിർത്തിയിൽ നിന്ന് മറ്റൊരു അതിർത്തിയിലോട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ പിന്നെ അപ്പുറത്തെ മറ്റു രാജ്യത്തിൽ, ശത്രു രാജ്യത്തിൽ നിന്ന് ആൾ വരുന്നുണ്ട് എന്നുള്ള ഒരു സിഗ്നൽ കൊടുക്കാൻ, ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ച് മാത്രമാണ് ഇൻ്റർനെറ്റ് അവിടെ ഫസ്റ്റത്തെ ആർപ്പാനെറ്റ്. അപ്പോൾ നിങ്ങൾ നോക്കുക, അന്നത്തെ ആർപ്പാനെറ്റ് എന്ന് പറയുന്ന ഇൻ്റർനെറ്റ് വേർഷൻ കൊണ്ട് ആകെ ഉപയോഗം ഉണ്ടായിട്ടുള്ളത് എന്താണ്, ജസ്റ്റ് ഒരു മെസ്സേജ്. നമ്മുടെ ഇമെയിൽ പോലും അങ്ങനെ പോലും നടത്താൻ പറ്റില്ല. ജസ്റ്റ് ഒരു മെസ്സേജ്, നമ്മൾ ജസ്റ്റ് ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി മാത്രമാണ് ഫസ്റ്റത്തെ ഇൻ്റർനെറ്റ് കണ്ടുപിടിച്ചത്. അപ്പോൾ എത്രത്തോളം ചെറുതിൽ നിന്നാണ് അവർ ഇത്ര വൈഡായിട്ടുള്ള നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്ന സംഭവത്തിലോട്ട് എത്തിയെന്നുള്ളത് ഓർക്കണം. ആർപ്പാനെറ്റ് കണ്ടുപിടിച്ചത് ഒരു US-ലുള്ള ഒരു ഡിഫൻസ് ഏജൻസിയാണ്, അവരുടെ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു അത്. കാരണം അവർക്ക് ശത്രു രാജ്യത്തിൽ നിന്ന് ആളുകൾ വരുന്നതിൻ്റെ ഒരു സിഗ്നൽ കൊടുക്കാൻ വേണ്ടിയിട്ട്, ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ചെയ്തതായിരുന്നു ഈ ആർപ്പാനെറ്റ് എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇൻ്റർനെറ്റിൻ്റെത്. അതിൻ്റെ ഹിസ്റ്ററി ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഈ ആർപ്പാനെറ്റിൻ്റെ 1974 ആർപ്പാനെറ്റ് ഇങ്ങനെയാണ്. 1969 കണ്ടുപിടിച്ചത്. 1974 ആയപ്പോൾ കുറച്ചൊക്കെ ഒന്ന് വൈഡായിട്ട് പോകാൻ തുടങ്ങി. ഓക്കെ, ദെൻ ഇനി പറയുന്നത് എന്താണ്, ഈ 1978 ദ ഇൻ്റർനാഷണൽ പാക്കറ്റ് സ്വിച്ചഡ് സർവീസ്, ഓരോതും ടേമും ഓർത്തു വെക്കുക കേട്ടോ. ഇൻ്റർനാഷണൽ പാക്കറ്റ് സ്വിച്ചഡ് സർവീസ് വാസ് ക്രിയേറ്റഡ് ഇൻ യൂറോപ്പ് ബൈ ദി ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസ് ഇൻ കൊളാബറേഷൻ വിത്ത് ടിംനെറ്റ് and Western Union International, and this network slowly separated. അവിടെ 1978 ഒരു ഇൻ്റർനാഷണൽ പാക്കറ്റ് സ്വിച്ച് സർവീസ് എന്ന് പറയുന്ന അവർ ക്രിയേറ്റ് ചെയ്തതാണ് യൂറോപ്പിൽ കേട്ടോ. യൂറോപ്പിൽ അവർ ക്രിയേറ്റ് ചെയ്താണ്, ഒരു ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു നെറ്റ്വർക്കായിരുന്നു ടിംനെറ്റ് വെസ്റ്റേൺ. നിങ്ങൾ എല്ലാതും കൂടെ ഓർത്തു വെക്കണം. 1978 എന്താണ് IPSS കണ്ടുപിടിച്ച ഒരു നെറ്റ്വർക്കായിരുന്നു ടിംനെറ്റും വെസ്റ്റേണും. ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി കേട്ടോ. ടിംനെറ്റ് ആൻഡ് വെസ്റ്റേൺ എന്ന് പറയുന്നത് Western Union International, and this network slowly separated its wings to US and Australia. അതെന്ത് ചെയ്തു, സ്ലോവലി സെപ്പറേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്തു, അത് എന്താണ് അതിൻ്റെ വിങ്സുകൾ അത് കുറച്ച് പരക്കാൻ തുടങ്ങി, ഇങ്ങനെ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. അതായത് അത് സെപ്പറേറ്റ് ചെയ്തു, എന്നിട്ട് സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി എങ്ങോട്ടൊക്കെ, US-ലോട്ടും ഓസ്ട്രേലിയയിലോട്ടും. കണ്ടുപിടിച്ചത് എവിടെയായിരുന്നു, യൂറോപ്പിൽ. In 1983 ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാസ് ക്രിയേറ്റഡ്. അത് ഓർത്ത് വെച്ചാണ്. 1983 ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. നമ്മുടെ ഇൻ്റർനെറ്റ് എന്ന് പറയുന്നത് വൈഡ് ഏരിയ നെറ്റ്വർക്കാണ്. ആർപ്പാനെറ്റ് ഇൻ്റർനെറ്റിൻ്റെ ഒരു വേർഷൻ ആണെങ്കിൽ പോലും എന്താണ് അത്രത്തോളം വൈഡായിട്ടൊന്നല്ല യൂസ് ചെയ്തു വന്നിരുന്നത്. 1983 ഫസ്റ്റ് വൈഡ് ഏരിയ നെറ്റ്വർക്ക് വാൻ എന്ന് പറയുന്ന സംഭവം കൊണ്ടുവന്നത്. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ ആണ് അതിന് തുടക്കമിട്ടത്. ആരാണ്, നാഷണൽ ഫൗണ്ടേഷൻ, സയൻസ് ഫൗണ്ടേഷൻ. ഓക്കെ, NSF അതും ചോദിക്കാറുണ്ട്. നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ, അതായത് 1983 ഫസ്റ്റത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് എന്ന് പറയുന്ന വാന് ക്രിയേറ്റ് ചെയ്തു. ആരാണ് ക്രിയേറ്റ് ചെയ്തത്, NSF, നാഷണൽ സയൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് ഏജൻസി. ദെൻ അവർ അതിന് പേരിട്ടു, US-ലുള്ള തന്നെയാണ് NSF-ഉം. അവരതിന് പേരിട്ടതാണ് NSF net. All this sub-network merged together post 1985. The new definition of the transfer control protocol of the Internet protocol for optimization of resources. ഇത് 1985 ആയപ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ഓഫ് ദി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ, TCP/IP കൂടെ ചേർന്നിട്ട് ഒരു എന്ത് ചെയ്തു, ഒരു റിസോഴ്സസ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ എന്ത് ചെയ്തു, ഫസ്റ്റ് 1969 ആർപ്പാനെറ്റിൻ്റെ പുതിയ ആർപ്പാനെറ്റ് വേർഷൻ വന്നിട്ടുണ്ടായിരുന്നു 1969 അല്ലേ. അവർ കണ്ടുപിടിച്ചതായിരുന്നു എന്ത്, സെയ്ജ് എന്ന് പറയുന്ന ഒരു സംഭവം അല്ലേ. സെയ്ജ് എന്ന് പറയുന്ന ഒരു സെമി കണ്ടക്ടറൊക്കെ വെച്ചിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ 1978 IPSS എന്ന് പറയുന്ന യൂറോപ്പിലെ ഒരു കമ്പനി എന്ത് ചെയ്തത്, പുതുതായിട്ട് ഒരു നെറ്റ്വർക്ക് കണ്ടുപിടിച്ച ടിംനെറ്റും
വെസ്റ്റേണും. ദെൻ എന്ത് ചെയ്തു, അതൊന്ന് അത് പിന്നെ എവിടെ ഉള്ളതായിരുന്നു, യൂറോപ്പത്തെ ആയിരുന്നു. ദെൻ അത് ഒന്ന് എന്ത് ചെയ്തു, സ്പ്രെഡ് ചെയ്ത് കണ്ട് US-ലോട്ടും ഓസ്ട്രേലിയയിലോട്ടൊക്കെ എത്തി. ദെൻ 1983 ഫസ്റ്റത്തെ വൈഡ് ഏരിയ നെറ്റ്വർക്ക് കണ്ടുപിടിച്ചു. അതാണ് NSF എന്ന് പറയുന്ന, അവർ US-ഉള്ള NSF കണ്ടുപിടിച്ചതായതുകൊണ്ട് അതിന് പേരിട്ട് NSF നെറ്റായിരുന്നു. പിന്നെ ഇതെല്ലാം കൂടെ 1985 ആയപ്പോൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് എന്ത് ചെയ്തു, ട്രാൻസ്ഫർ കൺട്രോൾ പ്രോട്ടോകോൾ ഓഫ് ദി ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ TCP/IP എന്ന് പറയുന്നൊരു സംഭവം എന്ത് ചെയ്തു, ഒപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ദെൻ ദി വെബ് വാസ് ഇൻവെൻറ്റഡ് ബൈ സർ ടിം ബേർണേഴ്സ്-ലീ. ആരാണത് ഇൻവെൻറ്റ് ചെയ്തതെന്ന് ചോദിക്കും ക്വസ്റ്റ്യനില്ല. ഇതിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻ ഹിസ്റ്ററി എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒരുപാടൊന്നും ചോദിക്കാറില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തെ 1-2 ടേംസൊക്കെയാണ് അധികം ചോദിക്കാറുള്ളത്. സാധാരണ WWWൻ്റെ ഹിസ്റ്ററി അല്ല ചോദിക്കാറുള്ളത്, ഇൻ്റർനെറ്റിൻ്റെ ഹിസ്റ്ററിയാണ്. എന്തായാലും ഇതും പഠിച്ചു വെക്കുക. അപ്പോൾ എന്താണ് ഫസ്റ്റത്തെ അല്ലെങ്കിൽ വെബ് എന്ന് പറയുന്ന സംഭവം ഇൻവെൻറ്റ് ചെയ്തത് ആരാണെന്ന് ചോദിക്കും. വെബ് എന്ന് പറയുന്ന സംഭവം തന്നെ കൊണ്ടുവന്നത് ആരാണ്, സർ ടിം ബേർണേഴ്സ്-ലീ. ടിം ബേർണേഴ്സ്-ലീ ഇനി ഒരുപാട് സ്ഥലത്ത് വരാനുള്ളതാണ്. ടിം ബേർണേഴ്സ്-ലീ ആണ് വെബ് എന്ന വെബിനെ ഇൻവെൻറ്റ് ചെയ്തത്. In March 1989, Tim Berners-Lee wrote a proposal that described the web was elaborate information management system. With help from Robert Cailliau, he published a more formal proposal for the World Wide Web on November 12, 1990. ഈ 1990 ആയപ്പോത്തിന് എന്താണ് ടിം ബേർണേഴ്സ്-ലീ എന്ത് ചെയ്തു, വെബിനെ ഒന്നും കൂടി വേൾഡ് വൈഡ് വെബിലോട്ട് എത്തിക്കാൻ തുടങ്ങി. 1990 ആയപ്പോഴാണ് വേൾഡ് വൈഡ് വെബ് എന്ന് പറയുന്ന സംഭവത്തിന് കൊണ്ടുവന്നത്. 1990 ആരുമായിട്ടാണ് ടിം ബേർണേഴ്സ്-ലീ പിന്നെ എന്താ കൊളാബറേറ്റ് ചെയ്തത്, അല്ലെങ്കിൽ ആരുമായിട്ടാണ് കൂടിച്ചേർന്നത്, റോബർട്ട് കെയ്ലിയോ എന്ന് പറയുന്ന ആളുമായിട്ട് കൂടിച്ചേർന്ന് വേൾഡ് വൈഡ് വെബിലോട്ട് എത്താൻ തുടങ്ങി November 12, 1990. By Christmas 1990, Berners-Lee had built all the tools necessary for a working web. 1990 തന്നെ ക്രിസ്മസ് 1990 ബേർണേഴ്സ്-ലീ എന്ത് ചെയ്തു, വെബിന് ആവശ്യമായുള്ള എല്ലാ ടൂൾസും, വെബിന് നെസസറി ആയിട്ടുള്ള എല്ലാ വർക്കിംഗ് ടൂൾസും എന്ത് ചെയ്തു, ബേർണേഴ്സ്-ലീ കണ്ടുപിടിച്ചു അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തു. ദ ഫസ്റ്റ് വെബ് ബ്രൗസർ വിച്ച് വാസ് എ വെബ് എഡിറ്റർ ആസ് വെൽ. ഫസ്റ്റ് വെബ് ബ്രൗസർ എന്ന് പറയുന്നത് അത് ഒരു വെബ് എഡിറ്ററും കൂടിയായിരുന്നു. ദ ഫസ്റ്റ് വെബ് സെർവർ, ഫസ്റ്റ് വെബ് ബ്രൗസർ, ഫസ്റ്റ് വെബ് സെർവർ, ദെൻ ഫസ്റ്റ് വെബ് പേജസ് വിച്ച് ഡിസ്ക്രൈബ് ദി പ്രൊജക്ട് ഇറ്റ് സെൽഫ്. ആ ഒരു വെബ് എന്ന് പറഞ്ഞാൽ 1990 ടിം ബേർണേഴ്സ്-ലീ ആണ് നമുക്ക് വെബ് ഇൻവെൻറ്റ് ചെയ്തു തന്നത്. ടിം ബേർണേഴ്സ്-ലീ 1990 ആയപ്പോൾ എന്ത് ചെയ്തു, ആ വെബിന് ആവശ്യമായുള്ള എല്ലാ ടൂൾസും ബിൽഡ് ചെയ്തു. ദെൻ അതിലെന്തൊക്കെ പെടും, ഫസ്റ്റ് വെബ് ബ്രൗസർ പെടും, വെബ് സെർവർ പെടും, വെബ് പേജസ് പെടും, അതിനാവശ്യമായുള്ള എല്ലാ സംഭവവും. ഹീ കാൾഡ് ദി സെർവറിന് എന്ത് പറഞ്ഞു, HTTPD. അന്നൊരു ഡി ഉണ്ട്, HTTPD. ആൻഡ് ഡിബിഡ് ദ ഫസ്റ്റ് ക്ലയൻറ്റ് www എന്ന് പറയുന്ന ഫസ്റ്റ് ക്ലയൻറ്റ് ആയിട്ട് വന്നു അവിടെ. അത് എന്താണ്, HTTPD എന്ന് പറയുന്നത് നമുക്കറിയാം, ഹൈപ്പർ ടെക്സ്റ്റ് ട്രാൻസ്ഫർ പ്രോട്ടോക്കോളാണ്. അതിൻ്റെ D എന്ന് പറയുന്ന ഒരു വേർഷനുമായിട്ടാണ് വന്നത്. നമ്മളൊരു വെബിൽ സെർച്ച് ചെയ്യുമ്പോൾ എന്താണ് കൊടുക്കുക, HTTP പിന്നെ // അങ്ങനെ എന്തോ വെച്ചിട്ടല്ലേ കൊടുക്കാറുള്ളത്. പിന്നെ www.google.com ഇതെല്ലാം കൊടുക്കാറുള്ളത്. ആ ഒരു മെത്തേഡിലോട്ട് 1990 ആയപ്പോൾ എന്താണ്, ടിം ബേർണേഴ്സ്-ലീ എത്തി എന്നാണ് പറയുന്നത്. ഒറിജിനലി WW was just a WYSIWYG. ഒറിജിനലി അതിൻ്റെ പേര് അതായിരുന്നു, WYSIWYG. അത് പിന്നെന്താ WWW ആയി മാറിയതാണ്. ഹൈപ്പർ ടെക്സ്റ്റ് ബ്രൗസർ എഡിറ്റർ ദാറ്റ് റൺ ദി നെക്സ്റ്റ് സ്റ്റെപ്പ് എൻവിറോൺമെൻറ്റ്. The World Wide Web has been widely available since 1991. ഇതാണ് ടിം ബേർണേഴ്സ്-ലീ എന്ന് പറയുന്ന ആള്. ജസ്റ്റ് നോക്കി വെച്ചോളൂ, എവിടെയെങ്കിലും ഒരു ക്യൂസ് കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരാളാണ് ടിം ബേർണേഴ്സ്-ലീ.
ടിം ബേണേഴ്സ്-ലീ ആണ് ഫസ്റ്റ് വെബ് എന്ന് പറയുന്ന സംഭവം ഇൻവെൻറ്റ് ചെയ്തത്. ആൾ കുറേ ലാംഗ്വേജൊക്കെ കണ്ടുപിടിച്ചിട്ടുള്ള ആൾ തന്നെയാണ്. സോ ടിം ബേണേഴ്സ്-ലീ ഇൻവെൻറ്റ് ചെയ്തിട്ടുള്ളതാണ് WW 1990. അതിന് 1990 ഡിസംബർ ആയപ്പോൾ അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ആയപ്പോഴത്തേന് ആൾ എന്ത് ചെയ്തു, അതിനാവശ്യമായുള്ള എല്ലാ വെബ് പേജസും വെബ് സെർവേഴ്സും എല്ലാ സംഭവങ്ങളും ഇൻവെൻറ്റ് ചെയ്തു. ദെൻ എന്താണ് 1991 വൈഡായിട്ട് അതിന് അവൈലബിളായി തുടങ്ങിയത്. ഇത്രയാണ് വേൾഡ് വൈഡ് വെബിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് W3C. വേൾഡ് വൈഡ് വെബിൻ്റെ ഭാഗമായി വരുന്നതുകൊണ്ട് തന്നെയാണ് അത് ഇതിൻ്റെ കൂടെ പറയുന്നത്. W3C എന്ന് വെച്ചാൽ വേൾഡ് വൈഡ് വെബ് കൺസോഷ്യം. ഇതും ചോദിക്കാറുണ്ട്, അതിൻ്റെ ഫുൾ ഫോം ചോദിക്കാറുണ്ട്. വേൾഡ് വൈഡ് വെബ് കൺസോഷ്യം ഈസ് ആൻ ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി വേൾഡ് മെമ്പർ ഓർഗനൈസേഷൻ, എ ഫുൾ ടൈം സ്റ്റാഫ് ആൻഡ് ദ പബ്ലിക് വർക്ക് ടുഗദർ ടു ഡെവലപ്പ് വെബ് സ്റ്റാൻഡേർഡ്സ്. W3C എന്ന് പറയുന്നത് എന്താണ്? WWWൻ്റെ ഒരു വെബ് സ്റ്റാൻഡേർഡാണ് എന്ത് W3C എന്ന് പറയുന്നത്, വേൾഡ് വൈഡ് വെബ് കൺസോഷ്യം. അതിലെന്താണ് ഫുൾ ടൈം സ്റ്റാഫുകൾ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ പബ്ലിക് വർക്ക് ടുഗദർ ടു ഹെൽപ്പ് വെബ് സ്റ്റാൻഡേർഡിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഫുൾ ടൈം സ്റ്റാഫ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് W3C എന്ന് പറയുന്നത്. ഫോർ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വേൾഡ് വൈഡ് വെബിന് വേണ്ടിയിട്ടുള്ളത്. ലെഡ് ബൈ വെബ് ഇൻവെൻറ്ററിൻ്റെ നേതൃത്വത്തിലാണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. W3C വെബ് ഇൻവെൻറ്റർ ആരാണ്? ടിം ബേണേഴ്സ്-ലീൻ്റെ നേതൃത്വത്തിലാണ് അതിനെ കൊണ്ടുവന്നിട്ടുള്ളത്. CEO ജെഫ്രി പേര് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഇതുണ്ടാവും, ഒരു വല്ലാത്ത പേരുകളായിരിക്കും ഇവർ. ടിം ബേണേഴ്സ്-ലീ ഉള്ളൂ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരിക. ദെൻ അതിൻ്റെ കൂടെ ആരും കൂടെ ഉണ്ട്, CEO ജെഫ്രി എന്ന് പറയുന്ന ഒരാളും കൂടി ഉണ്ട്. W3C മിഷൻസ് ഈസ് ടു ലീഡ് ദ വെബ് ടു ഇറ്റ്സ് ഫുൾ പൊട്ടൻഷ്യൽ. W3C കൊടുക്കുന്നത് നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഒരു വസ്തുവിന് ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പനിക്ക് ചിലപ്പോൾ ISO സ്റ്റാൻഡേർഡാണെന്ന് പറയാറില്ലേ? ISO മാർക്ക് ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ അതെന്താണ്, അത്രയും നല്ല സാധനമായിരിക്കും, ക്വാളിറ്റി ഉള്ള സാധനമായിരിക്കും എന്നാണ്. അതുപോലെ തന്നെ എന്താണ് W3 കൺസോർഷ്യം എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഉള്ളതാണെന്ന് വെച്ചെങ്കിൽ അത്രയും ക്വാളിറ്റി ഉള്ളതായിരിക്കും. ആദ്യത്തെ ഒരു സ്റ്റാൻഡേർഡായിട്ട് ഇറക്കിയിട്ടുള്ളതുമാണ് W3C. അല്ല നമ്മുടെ വെബിനൊക്കെ വേണ്ടിയിട്ടുള്ള ഇൻ്റർനെറ്റ് ആയിട്ട് സംബന്ധിച്ച ഒരു സംഭവത്തിന് ഇറക്കിയിട്ടുള്ള സ്റ്റാൻഡേർഡാണ് W3C എന്ന് പറയുന്ന വേൾഡ് വൈഡ് വെബ് കൺസോർഷ്യം. അപ്പോൾ എന്താണ്, അതാണ് ഒരു ഫുൾ പൊട്ടൻഷ്യൽ കിട്ടുന്ന ഒരു സംഭവമാണ് W3C എന്ന് പറയുന്നത്. The W3C is an industry consortium which seeks to promote a standard for the evolution of the web and interoperability between WWW produced by producing specifications and reference software. Although W3C is funded by industrial member, it vendor neutral and its products are freely available to all. അതിൽ നിങ്ങൾ അങ്ങനെ പഠിച്ചു വെക്കൊന്നും വേണ്ട കേട്ടോ, എത്ര പറഞ്ഞാൽ മതി. W3C എന്ന് പറയുന്നത് എന്താണ്? W3C എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയൽ കൺസോർഷ്യം കൂടിയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ വെബിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയുള്ള ഒരു സ്റ്റാൻഡേർഡാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്, ഒരു ഇൻഡസ്ട്രിയൽ കൺസോർഷ്യം കൂടിയാണ് അത്. അതുകൊണ്ട് തന്നെ WWWയുടെ വേൾഡ് വൈഡ് വെബിൻ്റെ പ്രൊഡക്ട്സൊക്കെ എന്താണ്, വളരെ ക്വാളിറ്റി ആയിട്ടുള്ളതായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണ്, ഒരാൾക്ക് വിശ്വസ്തമായ രീതിയിലായിരിക്കും അതിന് അവൈലബിൾ ആവുക. പിന്നെ എന്താണ്, ഫ്രീലി അവൈലബിൾ ആണ് ടു ഓൾ എന്നൊക്കെ പറയുന്നുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്നും കണക്കാക്കണ്ട. നിങ്ങൾ ഫസ്റ്റ് ആ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുള്ള കാര്യം നോക്കുക. Then the consortium is international, jointly hosted by MIT Laboratory for Computer Science and United States and Europe by INRIA, who provide both local support and performance core development. The W3C was initially established in collaboration with CERN, where the web originated, and with supported DARPA with the Europe Commission. അതും ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, എന്നാലും ജസ്റ്റ് എന്താണ് W3C എന്ന് പറയുന്നത് എന്താണ്, CERN എന്ന് പറയുന്ന ഒരു കമ്പനിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളതാണ് DARPA എന്ന് പറയുന്നത്. എത്രയേ ഉള്ളൂ അതിൽ പറയാനുള്ളത്. അതും ഇമ്പോർട്ടൻ്റ് ഒന്നല്ല, യൂറോപ്പിലത്തെ ഒരു കമ്മീഷനാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ W3C എന്താണ്
വേൾഡ് വൈഡ് വെബ് കൺസോഷ്യം എന്നുള്ളത് മനസ്സിലാക്കുക. അതെന്തിനു വേണ്ടിയിട്ടാണ്? വെബിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വെബിൻ്റെ ക്വാളിറ്റിയെ തീരുമാനിക്കുന്നത് വേൾഡ് വൈഡ് വെബ് കൺസോഷ്യം കൂടിയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.